സുലാവസി എന്ന കടലിന് നടുവിലെ ഒറ്റപ്പെട്ട സുന്ദരൻ ദ്വീപിലൂടെ നമുക്കൊരു റൈഡ് പോയാലോ? കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു യാത്ര ഇവിടുത്തെ ഗ്രാമങ്ങളിലൂടെ, ഈ ദ്വീപിൻ്റെ പ്രകൃതി വൈവിധ്യങ്ങളിലൂടെ, തീർത്തും റൂറലായ ഇവിടുത്തെ കൃഷിയുടെ മേഖലകളിലൂടെ, ഒരു ബൈക്കും ചെറിയൊരു ബാഗുമായി പാറിപ്പറന്നൊരു യാത്ര. ഈ യാത്രയിൽ നമുക്ക് ഈ നാടിൻ്റെ ഗ്രാമീണ ജീവിതങ്ങൾ നേരിൽ കാണാം. അവരുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അവർക്കൊപ്പം ഇനിയുള്ള കുറച്ച് നാളുകൾ ആ നാടിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ് നമുക്ക് ജീവിക്കാം. ബൈക്ക് യാത്രകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ അസുലഭ മുഹൂർത്തങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. വരൂ, നമുക്കിനി കുറച്ച് മനുഷ്യരെ കാണാം. അവരുടെ കളിച്ചിരികളിലും കൊച്ചു സന്തോഷങ്ങളിലും നമുക്കും പങ്കുചേരാം. ഈ ദ്വീപിൻ്റെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം വരുന്ന റോഡുകൾ താണ്ടാൻ നമ്മളിതാ ഇവിടെ തയ്യാറാകുകയാണ്. കൂടെ ചില അത്ഭുതകരമായ മനുഷ്യരെയും നമുക്ക് കണ്ടുമുട്ടാം. സുലാവസി എന്ന അത്ഭുത ദ്വീപിൻ്റെ കാഴ്ചകൾ വീണ്ടും ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മക്കാസർ എന്ന ഈ ദ്വീപിൻ്റെ പ്രധാനപ്പെട്ട പട്ടണത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വന്നേക്കുന്നതാണ്. ചോട്ടോ എന്ന ഇവിടുത്തെ ആ ഒരു പ്രാദേശിക വിഭവവും ഓർഡർ ചെയ്ത് ഞാൻ ഇവിടെ ഒരാളെ കാത്തിരിക്കുകയാണ്. വേറെ ആരുമല്ല, ഇനി മുതൽ നമ്മളുടെ അങ്ങോട്ടേക്കുള്ള യാത്രയിലെ സാരഥി. നമ്മുടെ വണ്ടി ഇത്തവണ വണ്ടിയുടെ കളർ മാറി കേട്ടോ. കഴിഞ്ഞ തവണത്തെ വണ്ടിയല്ല, വണ്ടി മാറ്റി ഗിയർ എന്ന് പറയുന്നൊരു സാധനമാണ്, റെഡ് കളർ വണ്ടി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പുതിയ വണ്ടിയാണ് കേട്ടോ, ന്യൂ മോഡൽ. ഇറങ്ങിയിട്ട് അധികമൊന്നും ഓടിയിട്ടില്ല, അതുകൊണ്ട് അതിൻ്റേതായ ചില ഗുണഗണങ്ങൾ ഇതിനുണ്ട്. ദിവസവാടകയ്ക്ക് ഞാൻ റെൻറ്റിനെടുത്ത വണ്ടിയാണ് കേട്ടോ. 500 രൂപയാണ് പെർ ഡേ ചാർജ് വരുന്നത്. ഇവിടങ്ങളിൽ ഇതുപോലുള്ള റെൻ്റൽ സർവീസുകൾ അവൈലബിൾ ആണ്. അവർ നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ വണ്ടി കൊണ്ടുവന്ന് തരികയും ചെയ്യും. അപ്പോൾ സെറ്റ് റെഡി, ഫുള്ള് പാക്ക് ചെയ്തു. ബാ, നമുക്കിനിപ്പോൾ താഴെ പോയി വണ്ടി എടുത്ത് ഈ ടൗണിൻ്റെ തിരക്കിന്ന് വിടാം. ഇതാ നമ്മുടെ വണ്ടിയിൽ ബാഗ് ലോഡ് ചെയ്തു. ശരിക്കും ഞാൻ ഈ വണ്ടി എടുക്കാൻ കാരണം എന്താണെന്നറിയാമോ, ഇതിനും ഈ മുമ്പിൽ നമ്മുടെ ബാഗ് വെക്കാൻ മാത്രമുള്ള സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. മറ്റേ വണ്ടി അവൈലബിൾ അല്ല. പക്ഷേ കൊള്ളാം, നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഓടിച്ച് നോക്കുമ്പോൾ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. നമുക്കിവിടെ നിന്നേ ഇനി ആദ്യം പോകേണ്ടത് മണി എക്സ്ചേഞ്ചിലേക്കാണ്. കയ്യിലുള്ള ഡോളർ മാറ്റി ഇന്തോനേഷ്യൻ റുപ്പി ആക്കണം. ഇന്നിവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമ്മുടെ കൂടെ വരാറുള്ള മഴ എന്തോ ഭാഗ്യത്തിന് വന്നിട്ടില്ല കേട്ടോ ഇവിടേക്ക്. ഫ്രണ്ട്സ്, അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തു, മാറ്റി കെട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റിൽ ഇവർ തരും എന്നുള്ളത്. ഇനിയിപ്പോൾ പോവാം. ഇത്തവണ കോടിപതിയൊന്നുമില്ല, ലക്ഷാധിപതി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി മാക്സിമം ചിലവ് ചുരുക്കണം, ടെൻ്റൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. വഴി അറിയാൻ എന്തായാലും മൊബൈലിൽ മാപ്പ് വെച്ചേ പറ്റൂ. അത് വെക്കാനുള്ള ഹോൾഡറൊന്നുമില്ല. തൽക്കാലം ഞാൻ ഈ ബാഗിന് മുകളിൽ വെച്ചു. അതുകൂടാതെ പെട്രോൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തുള്ള പമ്പിൽ നിന്ന് തന്നെ പെട്ടെന്ന് പോയിട്ട് എണ്ണയടിക്കണം. അതിനുശേഷം വേണം ഈ ഒരു ടൗൺ വിടാനായിട്ട്. മക്കാസർ എന്നു പേരുള്ള ഈ ഒരു പട്ടണമാണ് കേട്ടോ ഈ ദ്വീപിലെ ഏറ്റവും വലിയ ടൗൺ എന്ന് പറയുന്നത്. പണി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തുടക്കത്തിൽ പാളി കേട്ടോ. അവന്മാർ ഫുള്ള് വറ്റിച്ചിട്ടാണ് ടാങ്ക് കൊണ്ടുപോയി വെച്ചേക്കുന്നത്. വണ്ടി ഓഫായി, എണ്ണ പമ്പാണ് ഇവിടെ അടുത്തത് കാണാനുമില്ല. എന്തൊരവസ്ഥയാണ് ദൈവമേ. പള്ളിയെന്നല്ലാണ്ട് വേറൊരു പരിപാടി നടക്കില്ല കേട്ടോ. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം ഒരു പമ്പുണ്ട്. അത്ര അല്ല, ഒരു രാജ്യത്ത് വന്നിട്ട് പെട്രോൾ തീർന്ന് വണ്ടി ഉന്താനുമുള്ള ഒരു ഭാഗ്യമുണ്ടായി. അവസ്ഥ പെട്ടെന്ന് തന്നെ എണ്ണയും കിട്ടി അടിച്ച് ഞാൻ പറന്നു പോകുന്നതാണ് ഇതെന്ന് വിചാരിക്കേണ്ട. എൻ്റെ പുറകിലിത് ഇടത് സൈഡിൽ ആ കണ്ണാടിയിൽ കാണുന്ന ഒരു ചേട്ടൻ, പുള്ളി ഞാനിങ്ങനെ തള്ളിപ്പോകുന്നത് കണ്ടപ്പോൾ ദയ തോന്നിയിട്ട് എന്നോട് തള്ളിത്തരണോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ കാലുകൊണ്ട് എൻ്റെ സ്കൂട്ടറിനെ തള്ളിക്കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ മുമ്പോട്ടേക്ക് പോകുന്നത്. ഒരു രാജ്യത്ത് വന്ന് വലിയ ഇൻട്രോ ഒക്കെ ഇട്ട് വലിയ രീതിയിലൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ തുടക്കം തന്നെ പണി വളി, പെട്രോൾ ഇല്ലാതെ വഴിയിലായി കേട്ടോ. എന്തായാലും വണ്ടി വഴിക്കായാലും സഹായിക്കാൻ ആളുകൾ എത്തും എന്നുള്ളത് ഈ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ. എൻ്റെ പൊന്നേ, പെട്രാമാക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പമ്പാണ് കേട്ടോ. എന്തായാലും കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഓരോ ദൈവദൂതന്മാരുണ്ടാവുന്നത്. കയറി വാങ്ങ, ഫുൾ ടാങ്ക് അടിച്ചല്ലോ, അതൊന്നും എത്ര താമസം. ഇന്ന് പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൗണിനുള്ളിൽ രാവിലെ തന്നെ ബ്ലോക്കുകളൊക്കെയുണ്ട്. ഈ ദ്വീപിൻ്റെ ഭരണസിരാ കേന്ദ്രവും പ്രധാനപ്പെട്ട വലിയ ഹോസ്പിറ്റലുകളും ഹോട്ടലുകളും മറ്റ് ദ്വീപുകളെ കണക്ട് ചെയ്തിട്ടുള്ള തുറമുഖവും ഇൻ്റർനാഷണൽ എയർപോർട്ടും ഒക്കെ മക്കാസറിന് ചുറ്റുപറ്റിയാണ് കേട്ടോ ഉള്ളത്. നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും റോഡ് നല്ല രീതിക്ക് മോശമായി കേട്ടോ. മോശമായതല്ല, റോഡ് പുതുക്കി പണിയുകയാണ്. ആ ടൗണും തിരക്കൊക്കെ വിട്ടിട്ട് ഗ്രാമമേഖലകളിലേക്ക് അങ്ങനെ കയറുമ്പോൾ പിന്നെ ഒരു കൃഷിയിടങ്ങളും മലനിരകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരിക്കലും ഒരു സിറ്റിക്ക് തരാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കുറേ അധികം ദൂരം ഓടി ഇവിടെ എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ പ്രകൃതിയുടെ സ്വഭാവമൊക്കെ നല്ല രീതിക്ക് ഇതാ മാറി വരുന്നുണ്ട്. കൃഷിയിടങ്ങൾ താഴെ പ്ലെയിൻ ഏരിയ, അത് കഴിഞ്ഞിട്ട് ആ ഒരു മലയുടെ മേലൊക്കെ കണ്ടെങ്കിൽ നല്ല വലിയ മലനിരകൾ, അവിടെയെല്ലാം കൃഷികളും ആളുകളുടെ വീടുകളും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ.
പുൽമേടൊക്കെ പോലത്തെ ഒരു റീജിയനൊക്കെയാണ് അത് അങ്ങ് ആ ഒരു പ്രദേശത്തൊക്കെ കാണുന്നത്. എന്തോ കൃഷി ആയിരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെയാണ് നമ്മളെ കാത്ത് ശരിക്കും ഒരു മുട്ടൻ പണി മുമ്പിൽ വന്നത്. ഇവിടങ്ങളിലെ റോഡിൻ്റെ ഉണ്ടല്ലോ പണി നടക്കുകയാണ്. ചില സ്ഥലങ്ങളിലുണ്ടല്ലോ ബൈക്കുകൾക്ക് പോലും പോകാൻ പറ്റാത്തത്ര രീതിയിൽ നാരോയാണ് റൂട്ട്. ശരിക്കും കാറൊക്കെ എടുത്ത് മാപ്പൊക്കെ ഇട്ട് വരുന്നവർ കുടുങ്ങിപ്പോകും കേട്ടോ. എന്തായാലും ഗൂഗിൾ മാപ്പ് എന്നെ ഇതുപോലൊരു വഴിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ശരിക്കും നമ്മളിപ്പോൾ എത്തിപ്പെട്ടേക്കുന്നത് ഈ ദ്വീപിൻ്റെ ഒരു റൂറൽ മേഖലയാണ് കേട്ടോ. കുഞ്ഞു വഴികളൊക്കെയാണ്, വലിയ ഹൈവേ ഒന്നുമില്ല. അതിനുശേഷം വീണ്ടും മല കയറി നമ്മൾ കാട് പോലുള്ള ഒരു മേഖലയിലേക്ക് എത്തി കേട്ടോ. നാച്ചുറൽ. രാവിലെ ആ സൂപ്പ് പോലത്തെ ആ വിഭവം മാത്രം കഴിച്ചിട്ടുള്ളൂ. നല്ല രീതിക്ക് വിശന്ന് തുടങ്ങി. അന്നേരപ്പാണ് റോഡ് സൈഡിൽ വീണ്ടും ചോട്ടോ എന്നൊക്കെ പേരെഴുതിയിട്ടുള്ള ചെറിയൊരു കട കണ്ടത്. കട കാണാനും നല്ല രസമുണ്ട്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചോട്ടോ, കോപ്പി, സുസു അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഈ ഒരു ഭാഗത്തുള്ള ഒറ്റപ്പെട്ട ഒരു കടയെ എന്തായാലും കയറി നോക്കാം അല്ലേ. ചോറ്റ ഉണ്ടല്ലോ, അതാ നല്ല രീതിയിൽ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. നമ്മൾ അവിടെ ടൗണിൽ കണ്ട പോലൊന്നുമല്ല, ശരിക്കും ഇവിടെ ഉള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ട്രഡീഷണൽ ചോട്ടോ കേട്ടോ. ഹായ് നൈസ്. ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് സെറ്റാക്കി തരുവേ. നമ അജ്മീൽ സുധി സുധി. ചോട്ടോ എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ഒരു വിഭവത്തെക്കുറിച്ച് വിശദമായിട്ട് കഴിഞ്ഞ യാത്രയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അവിടെ സെർവ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേങ്കിലുണ്ടല്ലോ ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ സാധനം മാറി. പോത്തിൻ്റെ മീറ്റ് ഉണ്ടല്ലോ, പ്രധാനമായിട്ടും അതിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ മണിക്കൂറുകളോളം ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് തിളപ്പിക്കും. അതിൻ്റെ സത്തൊക്കെ ഇങ്ങനെ ഊറി വരുന്നത് വരെ അതിങ്ങനെ എടുത്തിട്ട് മുറിച്ച് നമുക്ക് സൂപ്പിലാക്കി തരുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ അവിടെ നിന്നൊന്നും കണ്ടിട്ടില്ലായിരുന്നു. വേണ്ട, ഇങ്ങനെയാണ് ചോട്ടോ. പക്ഷേ ചോട്ടോ ഉണ്ടല്ലോ ഇതിങ്ങനെ ഇട്ട് തിളച്ച് അതിൻ്റെ നെയ്യൊക്കെ കൂടി മിക്സായിട്ട് ഒരു നല്ല ടേസ്റ്റാണ്. സൂപ്പ് കുടിക്കുന്ന ഒരു പ്രതീതി, അതിൻ്റെ കൂടെ നമുക്ക് വയറും നിറയും. അങ്ങനൊരു സാധനം. കെട്ടുപാട്ടുണ്ടല്ലോ ഓൾറെഡി ഇതാ ഇവിടെയുണ്ട്. കെട്ടുപാട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളുടെ ആ ചോറ് പൊതിഞ്ഞേക്കുന്ന സാധനം. ഞാനിപ്പോൾ ഉണ്ടല്ലോ സാത്തേ പതാങ്ങിനൊപ്പം നമ്മുടെ ചോട്ടോയുടെ ഫാനായി മാറി കേട്ടോ. വാവ്, ഇതൊക്കെ ഞാൻ മുമ്പേ പരീക്ഷിക്കേണ്ട സാധനമായിരുന്നു. അതിന് വെള്ളം തോന്നുന്നു. ബൈ ബൈ എനാക്ക്. എനാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി, അതാണ് കേട്ടോ അർത്ഥം. ഹായ്, നമ്മുടെ വണ്ടി സുന്ദര കുട്ടപ്പനായിട്ട് വെട്ടിത്തിളങ്ങിയിരിക്കുന്നുണ്ടല്ലോ. വാ, ഇനി നമുക്ക് ഗ്രാമവഴി, ഇത് ഗ്രാമത്തിൻ്റെ അല്ലാത്ത വഴിയായി മാറിയല്ലോ. ഭയങ്കര തിരക്ക് കേട്ടോ റോട്ടിലെ. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഉൾനാടൻ വഴികൾ. റോഡ് സൈഡ് ഭാഗങ്ങളൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് ഈ ഒരു ഓടുന്ന വഴിയിൽ കാണാം. നമ്മളെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ വലത് സൈഡിലായിട്ട് വലിയൊരു നദി, അതിങ്ങനെ ശരിക്കും സുലാവസിയുടെ നോർത്ത് സൈഡിലോട്ട് നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു കടലിലേക്ക്. അപ്പോൾ ആ ഒരു നദി നമുക്കിവിടെ കാണാവേ. ഇതുകൊണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈ നദിക്ക് വീതി കൂടുതലുണ്ട് കേട്ടോ. ആ നദിയുടെ മറുകരയിൽ വലിയൊരു മലയും, ആ മലയിൽ കൃഷിയൊക്കെ നമുക്ക് കാണാം. കുറേ അധികം നേരമായിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ നീല കളർ സാധനം മരത്തിൻ്റെ ഇടവഴി കാണുന്നത്. ഇവിടെയാണ് പിന്നെ തെളിഞ്ഞ് കണ്ടത് അതൊരു നദിയാണ് എന്നുള്ളത്. കുറച്ച് നേരം ഉണ്ടല്ലോ നല്ല റോഡ് കിട്ടി വളരെ സന്തോഷത്തോടെ പോകുമ്പം പെട്ടെന്ന് ഇതുപോലുള്ള മോശം റോഡുകൾ വരും. റോഡുകൾ ഉൾഭാഗത്ത് അത്ര നല്ല വെടിപ്പല്ല കേട്ടോ ഇവിടെ ഒന്ന്. ഈ ഒരു റൈഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ദ്വീപിൻ്റെ കിഴക്ക് ഭാഗത്ത് ചെന്നിട്ട് അവിടെ നിന്നും പിന്നെ വടക്കൻ ഭാഗത്തേക്കുള്ള യാത്രയാണ് കേട്ടോ. ഈ ഒരു മേഖല നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായതും അതുപോലെ തന്നെ നമുക്കൊന്നും കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത പ്രത്യേക തരത്തിലുള്ള ആളുകളൊക്കെ താമസിക്കുന്നതൊക്കെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇതുപോലൊക്കെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ആളുകളൊക്കെ ഉള്ള ഇടം കേട്ടോ. എക്സൈറ്റഡ് ആണ് ഞാൻ. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? യാത്രയിലിടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഞാൻ വണ്ടിയൊക്കെ നിർത്തും. നമ്മളുടെ ബൈക്ക് പോലെയല്ല, സ്കൂട്ടി അങ്ങനെ അധികം ദൂരം കണ്ടിന്യൂസ് റൈഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇതൊരു ഗ്രാമമേഖലയാണ്. ഇവിടെ നമ്മളിപ്പോൾ കൃഷിയിടങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ വണ്ടി നിർത്തി ഓടുന്ന ഓട്ടത്തിൽ ദാ ഇങ്ങോട്ടേക്കൊരു കാഴ്ചയുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ് കേട്ടോ. നോക്കിയേ, നമ്മളുടെ പുഴയാണ് ആ കാണുന്നത്. പക്ഷേങ്കിൽ പുഴയുടെ അടിവാരത്ത് കണ്ടോ നിങ്ങൾ, മുഴുവൻ നമ്മളുടെ കൃഷിയിടങ്ങളാണ്, അതായത് നെൽപ്പാടങ്ങളാണ് കേട്ടോ. പക്ഷേങ്കിൽ ആ നെൽപ്പാടം ഒരു പകുതിക്ക് വെച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ പുഴ എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇഷ്ടം പോലെ ഉരുളൻ കല്ലുകൾ ഇതുകൊണ്ട് നിങ്ങൾ ആ ഒരു പുഴ നിറച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് ഈ കല്ലൊക്കെ കോറിയില്ലേ, കോറിക്ക് പകരം ഈ ഇതിൻ്റെ അകത്തു നിന്നാണ് കേട്ടോ കല്ലുകളൊക്കെ എടുക്കുന്നത്. പക്ഷെ കാഴ്ച അതൊന്നുമല്ല. അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നോക്കി ഞങ്ങൾ മലനിരകളൊക്കെ പതുക്കെ അങ്ങോട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ അവിടെ ആയിട്ടുണ്ടെങ്കിൽ മേലേക്ക് കാർമേഘങ്ങളൊക്കെ മൂടി വലിയൊരു ഹിൽ സ്റ്റേഷൻ മേഖലയൊക്കെ അങ്ങ് ദൂരെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം ലക്ഷ്യം വെച്ച് പോകുന്നതേ ആ ഒരു മേഖലയിലേക്കാണ്. മനിലോ എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. ഇതാ ഇപ്പോൾ ഉള്ള എൻ്റെ രൂപം ഇങ്ങനെയാണ്. ഹെൽമെറ്റേൽ ക്യാമറയൊക്കെ മൗണ്ട് ചെയ്തിട്ടുണ്ട്, സെറ്റാണ് കേട്ടോ.
ആ ഒരു വലിയ ചൂടിൻ്റെ ആ ഒരു സാധനമൊക്കെ അങ്ങോട്ട് ഒഴിവായി. അങ്ങനെ മല കയറിയുണ്ടല്ലോ നമ്മൾ ആ മനിലോ എന്ന് പറയുന്ന ഈ നാടിൻ്റെ ഹിൽ സ്റ്റേഷൻ അവിടേക്ക് എത്തിച്ചേർന്ന് കേട്ടോ. നിങ്ങളെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, നോക്ക്, പൈൻ മരങ്ങളൊക്കെ വിടർത്തി നിൽക്കുന്ന നമ്മളുടെ മലിനോയുടെ കവാടമാണിത് അവിടെ കാണുന്നത്. ശരിക്കും എവിടെ എത്തിയപ്പോഴത്തേക്കും കാലാവസ്ഥയൊക്കെ അങ്ങോട്ട് മാറി, അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയി കേട്ടോ. വാവ്, നൈസ്, എനിക്കിഷ്ടപ്പെട്ടു ഈ ക്ലൈമറ്റ്. ഇവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടെങ്കിൽ ക്യാമ്പിംഗ് ഏരിയ, ക്യാമ്പിംഗ് ഗ്രൗണ്ടുകളൊക്കെ അവിടെയുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ ക്യാമ്പിങ്ങിൻ്റെ ആളുകളാണെന്ന് തോന്നുന്നല്ലോ. റോഡ് സൈഡിൽ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മലിനോ 1927 എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോകില്ലേ, ഏകദേശം അവിടെയൊക്കെ എത്തിയൊരു പ്രതീതി. മലിനോയെ അത്യാവശ്യം കാടൊക്കെ പോലത്തെ ഒരു മേഖലയാണ് കേട്ടോ, മൊത്തത്തിലൊരു പച്ചപ്പൊക്കെ. ഞാനിവിടെ വന്നിട്ട് ആദ്യമേ ഒരു കോഫി ഷോപ്പിലോട്ട് കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തീരുമാനിക്കണം എങ്ങോട്ട് പോകണമെന്നേ. അപ്പം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു കോഫി ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാമെന്നുള്ളതിനെപ്പറ്റി ഇവിടെയുള്ളവരോട് ചോദിക്കാം, സ്വയം ചിന്തിക്കാം, ഗൂഗിൾ മാപ്പിൽ നോക്കാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത്. നല്ല ക്ലൈമറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കോഫി കുടിച്ചപ്പോഴത്തേക്കും എനിക്കൊരു വെളിവ് വന്നു. ഇവിടെ നിന്ന് വീണ്ടും കുറച്ചും കൂടി മുമ്പോട്ട് പോകാം. ഇവിടുത്തെ നാച്ചുറൽ തപ്പിയിട്ട് ഏറ്റവും ബ്യൂട്ടി ആയിട്ട് തോന്നുന്ന എവിടെയാണോ അവിടെ തങ്ങാനുള്ള ശ്രമങ്ങൾ നടത്താം എന്നുള്ളത്. ഓക്കെ, ബൈ ബൈ. സമ നമ്മൾ ആ ഒരു മക്കാസ്തറിൻ്റെ ടൗൺ ഏരിയ, അവിടെ നല്ല ചൂട് റീജനാണ്. അവിടെ നിന്നൊരു 70 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കും ഇതുണ്ടോ ടെറൈനൊക്കെ മാറി, കാലാവസ്ഥയൊക്കെ അങ്ങോട്ട് മാറി. നമ്മളുടെ എറണാകുളത്ത് നിന്നും നേരെ മൂന്നാറിലോട്ട് വെച്ച് പിടിക്കൂലേ, അതേ ഒരു ഫീൽ കേട്ടോ. മലിനോ, MILINO എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. മലിനോ, നോട്ട് മനിലോ. കവാടം, പഴയ കവാടം. മലിനോടെ മല കയറി നമ്മൾ മുകളിലെത്തിയപ്പോഴത്തേക്കും നല്ല പൂക്കളൊക്കെയുള്ള മരങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു മേഖലയിലേക്കാണ് എത്തുന്നത്. പ്രധാനമായിട്ടുണ്ടല്ലോ ഇതിവിടുത്തെ മിലിറ്ററിയുടെ ഒരു ക്യാമ്പ് ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം തണുപ്പുള്ള ഏരിയകളിലൊക്കെ മിലിറ്ററിക്ക് ക്യാമ്പുണ്ട്. അത് ശരിക്കും നമ്മുടെ ഇന്ത്യയിലും അങ്ങനെയാണ്. ഇതുപോലുള്ള ഹിൽ സ്റ്റേഷൻ ഭാഗങ്ങളിൽ മിലിറ്ററിക്ക് ക്യാമ്പ് കാണാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? പിന്നെ വേറൊരു കാര്യം, ലോകത്തിൽ എവിടെയാണെങ്കിലും ഈ ഒരു മിലിറ്ററി ക്യാമ്പുകളോടൊക്കെ ചേർന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, നല്ല വൃത്തിയാണ്. എല്ലാ ദിവസവും അടിച്ചു വാരി എല്ലാത്തിനും ഒരു ഡിസിപ്ലിനാണ് കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോഴേ ദൂരെ നിന്നും പട്ടാളത്തിൻ്റെ ഒരു മാർച്ച് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അവരെന്തെല്ലോ പറഞ്ഞുകൊണ്ടാണ് അടുത്ത മാർച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നെത്തിയപ്പോൾ തന്നെ ഈ നാടിൻ്റെ മിലിറ്ററിനെയും അതുപോലെ തന്നെ അവരുടെ ഒരു നല്ല വലിയ ഗംഭീരൻ പരേഡും കണ്ടു. കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ കടകളൊക്കെ കണ്ടു തുടങ്ങി. അതുകൂടാതെ ഉണ്ടല്ലോ ഇതുപോലുള്ള പൈൻ മരങ്ങളൊക്കെയുള്ള പാർക്കുകളും ഈ ഒരു നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകൾ വന്ന് നിൽക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഇരിക്കുന്നതും വിശ്രമിക്കുന്നതും ഒക്കെ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ ഈ മലിനയിലുണ്ടല്ലോ പ്രധാനമായിട്ടും വിദേശ ടൂറിസ്റ്റുകളേക്കാൾ കൂടുതൽ ഈ നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള ടൂറിസ്റ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷോപ്പുകൾ ഈ ഒരു മലയുടെ മേലഭാഗത്ത് ഉള്ളത് ഈ ഒരു പ്രാദേശിക ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടിട്ടുള്ള കുറേ അധികം റെസ്റ്റോറൻറ്റുകൾ, പ്രധാനമായിട്ടും ഇവരുടെ ലോക്കൽ വിഭവങ്ങളൊക്കെ ഉള്ളത് ആ ഒരു തരത്തിലുള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ വന്നെത്തിയിട്ടുള്ളത്. നമുക്കിനിയേ താമസിക്കാനുള്ളൊരു സൗകര്യം കണ്ടുപിടിക്കണം. മേഘം മൂടി വരുന്നുണ്ട്, അതുകൂടാതെ വൈകുന്നേരമായിട്ടുണ്ട്. ഈ ഒരു ടൗണ് വിട്ടിട്ടുള്ള സ്ഥലത്ത് ഏതെങ്കിലും കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലത്ത് താമസിക്കണം എന്നാണ് ആഗ്രഹം. നമ്മൾ ആ ഒരു മെയിൻ ടൗൺ ഭാഗത്ത് നിന്ന് പതുക്കെ മല കയറി ഉണ്ടല്ലോ, ഇപ്പോൾ എവിടെയൊക്കെ എത്തിപ്പെട്ടേക്കുന്നതെന്നൊന്ന് നിങ്ങൾ നോക്കിയേ. ഇവിടെ ഈ ഒരു താഴ്വരയിലെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ മുഴുവൻ എന്ത് കൃഷിയാണെന്നറിയാമോ? സ്ട്രോബെറിയാണ് കേട്ടോ. അതെല്ലാം സ്ട്രോബെറി പാടങ്ങളാണ്. ഈ ഒരു സ്ഥലമേ ഈ സ്ട്രോബെറിക്ക് ഭയങ്കരമധികം പേരുകേട്ട മേഖലയാണത്രേ. കാരണം അത്യാവശ്യം നല്ല തണുപ്പ് ഈ ഒരു മേഖലയിലുണ്ട്. ഈ ഒരു സമയത്ത് സ്ട്രോബെറിയുടെ കൃഷി നല്ല രീതിക്ക് നടക്കുന്നതും വിളവെടുപ്പ് നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ടൈമാണ് കേട്ടോ. ഓരോ സ്ട്രോബെറി തോട്ടത്തിൻ്റെ നടുക്ക് അതിൻ്റെ ഫാം ഹൗസുകളൊക്കെ നമുക്ക് ഈ ഒരു മലയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാവേ. അതുകൂടാതെ അങ്ങ് ദൂരെയായിട്ട് കണ്ടെങ്കിൽ കോടമഞ്ഞൊക്കെ മൂടിയ മലനിരകളൊക്കെ. നമ്മൾ ഒരുപാട് മേലെ എത്തി കേട്ടോ. ഈ ഒരു മലയുടെ ആകാശമേ നല്ല രീതിക്ക് മൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കൺഫ്യൂഷനിലാണ്. ഒന്നും നോക്കാതെ മുമ്പോട്ടേക്ക് പോകണോ അതോ ഏതെങ്കിലും സ്ഥലത്ത് ഈ ഒരു ഗ്രാമങ്ങൾ പോലുള്ള സ്ഥലത്ത് ഏതെങ്കിലും വീടുകളിൽ അങ്ങനെ ഹോം സ്റ്റേ ടൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണോ, അങ്ങനെയുള്ള കൺഫ്യൂഷനിലാണ്. ഇവിടെ ഈ ബോർഡ് കണ്ടോ നിങ്ങൾ? കൊറിയൻ ഭാഷയാണോ ചൈനീസ് ഭാഷയാണോ എന്തോ ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
എന്തായാലും നമുക്ക് കുറച്ചും കൂടി ദൂരം മുമ്പോട്ടേക്ക് പോയി നോക്കാം. എന്തെങ്കിലുമൊക്കെ മുമ്പിൽ വന്ന് പെടാതെ ഇരിക്കത്തില്ല. ഈ ഒരു നാടിൻ്റെ ചെറിയൊരു ഗ്രാമമേഖല, അതിന് നടുക്കൂടെയുള്ള ചെറിയ വഴി, വലിയ വഴികളൊന്നും അല്ല കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ കുറേ അധികം കൃഷിയിടങ്ങൾ, നല്ല ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ. വീടുകളൊന്നും നമ്മൾ മുമ്പേ കണ്ടതുപോലത്തുള്ള വീടുകളല്ല, തകര ഷീറ്റുകൾ മേലെ ഇങ്ങനെ ചെരിച്ച് വെച്ചേക്കുന്ന വീടുകളെ. ഫ്രണ്ട്സ് ഇതാ നോക്ക്, നമ്മൾ തേടി വന്ന ഒരു ഗ്രാമം എത്തിപ്പെട്ടതുപോലെ ഉണ്ട് കേട്ടോ. മലയടിവാരത്തെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമേഖലയിലാണ് നമ്മളിതാ വന്നൊടുവിൽ എത്തിയേക്കുന്നത്. ആ ഒരു മലയുടെ വീണ്ടും മലകളുണ്ട്, എന്നാലും വീണ്ടും ആ ഒരു മലയുടെ കുറച്ച് നിരന്ന പോലത്തെ ഒരു ഭാഗം. ഇവിടേക്ക് ഈ കാണുന്ന കൃഷിയുണ്ടല്ലോ, ഉരുളക്കിഴങ്ങിൻ്റെ കൃഷികളാണ് കേട്ടോ. സ്ട്രോബെറി മാറി ഉരുളക്കിഴങ്ങായി. ചുറ്റും സുന്ദരമായിട്ടുള്ള കൃഷിയാണ്. മറ്റേ നമ്മളുടെ ക്യാരറ്റിൻ്റെയൊക്കെ കൃഷി ഇവിടെയുണ്ട്. അവിടെ ആ ഒരു മലയുടെ പാർശ്വങ്ങളിലെല്ലാം നമുക്ക് പലതരത്തിലുള്ള വില്ലേജുകൾ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അവിടെ എല്ലാം സെറ്റിൽമെൻറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടൊക്കെ വെച്ച് പിടിക്കുക അല്ലേ. വണ്ടി മുമ്പോട്ടെടുക്കുന്നതിന് എനിക്ക് നിർത്താതിരിക്കാൻ പറ്റുന്നില്ല, കാരണം അജാതി ഫ്രെയിമുകളാണ് മുമ്പിൽ വരുന്നത്. അവിടെ കൃഷിയിടത്തിൽ അവരെന്തൊക്കെയോ പണിയെടുക്കുകയാണ് കേട്ടോ. അവരുടെ ആ ഒരു വീടൊക്കെ നമുക്ക് ഫാം ഹൗസ് ആയിരിക്കണം അവിടെ കാണാം. അതിൻ്റെ മേലോട്ടേക്ക് തട്ടായിട്ട് വേറെയും കൃഷിയിടങ്ങൾ, വേറെയും ഗ്രാമങ്ങളൊക്കെ. ഈ ഗ്രാമത്തിലെ ആളുകളുടെ ചെറിയൊരു ടൗൺ മേഖല, അത് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും കൃഷിയുള്ള മലനിരകൾ. അതിൻ്റെ നടുക്കേ കൂടി വരുന്ന കറുത്ത നമ്മളുടെ ആ ഒരു ടാർട്ടർ റോഡ് കൂടി ആകുമ്പോഴത്തേക്കും ചിത്രം വരച്ചതുപോലെയുള്ള ഒരു ഫ്രെയിം നോക്കി നിങ്ങൾ. റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഹോം സ്റ്റേയിലേക്കുള്ള ബോർഡുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തപ്പിയാണ് ഞാൻ നടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ താമസിക്കാൻ ഒരു വീട് കിട്ടുവാണെങ്കിൽ അത് നൈസാവും കേട്ടോ. രാവിലെ നമുക്ക് വേറെ കൃഷിയിടത്തിലോട്ടൊക്കെ പോകാമല്ലോ. ഇവിടുത്തെ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് വിട്ടിട്ട് ഞാനിതാ ഈ ഒരു ഇടവഴി കയറുകയാണ്. എന്തൊരു വില്ല എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചേക്കുന്നത് കണ്ടു. എന്തായാലും നമുക്ക് ഈ കാണുന്ന ചെറിയ വഴിയോ മുമ്പോട്ടേക്ക് പോയി നോക്കാം. കൃഷിയിടങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് കാണാമല്ലോ. ഈ ഒരു ഭാഗത്ത് ഇടത് സൈഡിലുണ്ടല്ലോ എന്തൊക്കെയോ കൃഷി കാണുന്നുണ്ട്. ക്യാരറ്റാണോ എന്ത് സാധനമാണെന്നുള്ളത് കണ്ടിട്ട് തിരിയുന്നില്ല കേട്ടോ. മേളിത്തെ അത് കാണുമ്പോൾ ജീരകത്തിൻ്റെ പോലെയുണ്ട്, പക്ഷെ താഴത്തേൻ്റെ ഇല കാണുമ്പോൾ ഇത് ശടാ എന്താ സാധനം ഇത്, ക്യാരറ്റാണോ? അവിടെ അവർ പറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ പോയി നോക്കാം, അപ്പോൾ തിരിയും. ആളുകൾ എന്തായാലും ഇവിടെ വളരെ ഫ്രണ്ട്ലിയാണ്. അത് അവരുടെ എല്ലാം മുഖത്തെ ആ ഒരു ചിരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒന്ന് ചിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇവിടെ ക്യാരറ്റിൻ്റെ വിളവെടുപ്പിൻ്റെ ടൈമാണ്. അപ്പം കുറേ ആളുകളുണ്ട് ഈ ഒരു ഗ്രാമത്തിലുള്ള. ഈ ഒരു കൃഷിക്കാർ തന്നെയാണ്, ഇവർ പണിക്ക് വന്നവരല്ല, ചുറ്റുവട്ടത്തായിട്ട് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് വിളവെടുക്കുകയാണെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ കയ്യിലോട്ട് വരുന്ന ക്യാരറ്റിന് ഭയങ്കര കളറല്ലേ. ശരിക്കും ഈ പറിച്ച ക്യാരറ്റ് ഇനി വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ കാണുന്ന ആ ഒരു വെട്ടിത്തിളങ്ങിയിട്ടുള്ള ആ ഒരു കളറിലേക്ക് എത്തുക. ഇവരിവിടെ ജസ്റ്റ് പറിക്കുന്ന മാത്രമേ ഉള്ളൂ. കൂടെ വന്ന് ഭാഷ അറിയത്തില്ലെങ്കിലും ഞങ്ങൾ ആംഗ്യഭാഷയിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇതെങ്ങനെയാണ് പറിച്ചെടുക്കുന്നതെന്നുള്ള കാഴ്ചകളൊക്കെ എന്നെ കാണിച്ചു തരാനും അവരാരും മറന്നിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇത് വിളവെടുത്തതിന് ശേഷം ഇവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ടത്രേ, അവിടേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് ഇവർ ചെയ്യാറുള്ളത്. ഞാനേ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഓക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാം. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേ ഇവരിവിടെ എന്ത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊരു സാധനം കൊണ്ടുവന്ന് പാന്തർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. എനർജി ഡ്രിങ്ക്. ഒരു കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന സമയത്ത് എനർജി യെസ്, പുള്ളി തുള്ളി നിൽക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഗുണമാണ് കേട്ടോ. നൈസ്. അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഏതോ ഒരു ഹോം സ്റ്റേ പോലത്തെ സംഭവം ഉണ്ടെന്നുള്ളത് തപ്പിയാണല്ലോ നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ക്യാബേജിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. പ്രധാനമായിട്ട് തണുപ്പുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്ന എല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ ഈ റോഡേ ഇവിടെ അവസാനിച്ചു. ഇവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ, വീടാണോ എന്താണെന്നുള്ള അറിയില്ല, തനാമിലിക്ക് പെർമിർനാട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ നേരത്തെ കണ്ട സാധനമല്ല. പക്ഷേങ്കിൽ ഈ ഒരു ഗ്രാമത്തിലൊരു താമസം കിട്ടുമായിരുന്നെങ്കിൽ നൈസായിരുന്നു. നോക്കി നിങ്ങൾ എത്ര സുന്ദരമായിട്ടുള്ള സ്ഥലമാണെന്നുള്ളത്. ഇവിടെ താമസിച്ചുള്ള ഗുണം ആ മേലെ കാണുന്ന മലനിരകളിലോട്ടൊക്കെ നമുക്ക് കയറിപ്പോകാം. അവിടെയൊക്കെ എന്തൊക്കെയോ ഗ്രാമങ്ങൾ, ഏതൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാമായിരുന്നു. പിന്നെ ആൾക്കാർ നൈസാണ്, കണ്ടില്ലായിരുന്നു നിങ്ങൾ. തിരിച്ച് വീണ്ടും മെയിൻ റോഡിലേക്ക് വന്നിട്ട് വീണ്ടും മുമ്പോട്ടേക്ക് പോയി നോക്കുവാണ് എന്തെങ്കിലും താമസ സൗകര്യത്തിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണോ എന്നുള്ളത്. തൊട്ടടുത്ത ഗ്രാമത്തിലേക്കാണ് നമ്മൾ എത്തിയത്. ഇവിടുത്തെ ഒരു താമസ മേഖലകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, അടുപ്പിച്ചടുപ്പിച്ച് വീടുകളൊക്കെ ആയിട്ട്. ഞാൻ വന്ന അവസാനം ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് എത്തിപ്പെട്ടു. ഇവിടുന്ന് ഗ്രാമത്തിൻ്റെ വഴികൾ രണ്ടായി തിരിയുന്നുണ്ട്. ഇവിടെ എവിടെയും താമസിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊന്നുമില്ല. മഴമേഘങ്ങളുണ്ട്. നമ്മളുടെ ടെൻറ്റ് വെള്ളത്തിനെ റെസിസ്റ്റ് ചെയ്യുന്നതല്ല. സോ ഒരു വീട് എന്തെങ്കിലും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ച് വന്ന വഴി തന്നെ പോവുകയാണേ.
ഇതൊരു ഹിൽ സ്റ്റേഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കാർമേഘങ്ങൾ കൂടി മൂടിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായി. കൈയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ തണുത്ത് മരവിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഗൂഗിൾ മാപ്പിലെ ഈ ഒരു ചെറിയ വഴി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലായിട്ട് ഒരു ഹോം സ്റ്റേ ഉണ്ട് എന്ന് കാണിച്ചു. അത് തപ്പിയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇടവഴിയിലോട്ട് കയറിയത്. ശരിക്കും അവരുടെ ഉൾഗ്രാമത്തിലേക്കുള്ള കൃഷിയിടങ്ങൾക്കൊക്കെ നടുവിലൂടെയുള്ള ചെറിയൊരു റോഡ്, മൺ റോഡാണ് കേട്ടോ ഇത്. പല സമയങ്ങളിലും ഗൂഗിൾ മാപ്പ് ഇങ്ങനെ പറയുന്നതൊന്നും കറക്റ്റ് ആവാറില്ല. എന്നാലും അഥവാ ബിരിയാണി കൊടുത്താലോ, പ്രത്യേകിച്ച് ഇത്ര സുന്ദരമായ ഒരു സ്ഥലത്ത് എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിലേക്ക് കയറുന്നത്. ബൈക്ക് യാത്രകളുടെ ഏറ്റവും വലിയ ഫ്രീഡം ഇത് തന്നെയാണ് കേട്ടോ. ഇതുപോലുള്ള ചെറിയ ഇടവഴിയിലൂടെയൊക്കെ നമുക്ക് അങ്ങോട്ട് ഒരു പേടിയില്ലാതെ കടന്നു പോകാം. വണ്ടിയിൽ പെട്രോളുണ്ട്, എത്ര ദൂരം വഴിതെറ്റിപ്പോയാലും തിരിച്ച് വരാനും പറ്റുമേ. ഇവിടെ ഉണ്ടല്ലോ റോഡ് സൈഡിൽ നിന്നതുണ്ട് ഈ ഒരു ചെടിയിലൊക്കെ നിന്നിട്ട് ഇവിടുത്തെ പിള്ളേർ കളിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കുറേ ചിമിട്ട് പിള്ളേർ പട്ടം പറത്തുകയാണ് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് പട്ടമൊക്കെ പറത്തുന്നത് കാണാം. ഇവരൊക്കെ പ്രധാനമായിട്ടും ഇങ്ങനെ പുറത്തു നിന്നുള്ള ടൂറിസ്റ്റുകളെയൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു മുഖഭാവം, അത്ഭുതപ്പെടുത്തുന്ന മുഖഭാവത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയോ എന്താണെന്നുള്ളത് അറിയില്ല, മണ്ണൊക്കെ ഉഴുന്നിട്ടേക്കുകയാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെ ഇതാ, ഇവിടെ സൈഡല്ല ശരിക്കും ഇവിടെ ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ നടുക്ക് തന്നെ ആവും കേട്ടോ. ഇങ്ങനെ വണ്ടിയെല്ലാം കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. എന്തോ സാധനങ്ങളൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ടത് അവർ കയറ്റുമൊക്കെയാണ് കേട്ടോ ഇവിടെ. ഇനി എന്തായാലും സങ്കടത്തോടെ നമുക്ക് ആ ഒരു സത്യത്തെ അംഗീകരിച്ചേ മതിയാവോ. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഹോം സ്റ്റേ കാര്യങ്ങളൊന്നുമില്ല. ഗൂഗിൾ ചേച്ചി നമ്മളെ പറ്റിച്ചതാണ് കേട്ടോ. ഈ യാത്രയിൽ ഇത് സ്വാഭാവികമാണ്. ഇങ്ങനെ കുറേ മിസ്ഇൻഫർമേഷൻസ് ഈ ഒരു ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്. എന്തായാലും ഒരു മറ്റെന്തോ കൃഷി ചെയ്യുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ വന്നത്. ഗൂഗിൾ മാപ്പിലുണ്ടല്ലോ ഇപ്പോഴും ആ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് തന്നെ കിടപ്പുണ്ട്. വെറുതെ കയറി നമ്മളിതാ ഉള്ള ഏരിയയിലേക്ക് എത്തി കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ നമ്മളുടെ സ്ട്രോബെറി നടാൻ വേണ്ടിയിട്ട് പാടം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ റോഡ് ഇതാ ഇങ്ങനെ ഇവിടെ തീർന്നു. ഇനിയിപ്പോൾ മൺപാതയാണ്. അതൊക്കെ ആ ഒരു കൃഷിയിടത്തിലേക്കുള്ള വഴികളാണ് കേട്ടോ. നൈസ്. എന്തായാലും ഗൂഗിൾ മാപ്പ് ചില സമയങ്ങളിൽ പിന്നെ ഞാനൊരു വെറുതെ എന്തായാലും കയറി നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ കയറിയതാണ്. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും എപ്പോഴും ഒരിക്കലും ശരിയാവണമെന്നില്ല. പക്ഷേങ്കിൽ അബദ്ധത്തിലാണെങ്കിലും മാപ്പ് നമുക്ക് ഇതുപോലുള്ള സുന്ദരമായ സ്ഥലങ്ങളിലോട്ടൊക്കെ കൊണ്ടെത്തിക്കും. അതാണ് ഈ മാപ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നൈസല്ലേ ഈ സ്ഥലങ്ങളൊക്കെ. അധികം ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് മെയിൻ റോഡിലോട്ട് കയറാം. കാർമേഘം തെങ്ങെത്തി. ഇവിടെ മൊത്തത്തിലൊരു ഇരുളിമ വന്നു തുടങ്ങി. നമ്മളെ പോകുമ്പോൾ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരല്ലേ, അവരിപ്പോഴും ഇതാ ചെളിയിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പട്ടം പറത്തിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതിലൊരു പട്ടം കറങ്ങി അങ്ങ് താഴെ പോയിട്ടുണ്ട്. ഒരു ഒരുത്തനത് ആ പട്ടം താഴെ നിന്ന് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം പട്ടം പറത്താനൊക്കെ ഉള്ള രീതിയിലുള്ള കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ നിന്നുണ്ടല്ലോ ആ ഒരു സ്ഥലത്ത് അത് കൃഷിയല്ല, എന്തോ കാട് പിടിച്ച് കിടക്കുന്നതാണ്. പക്ഷേ എങ്കിൽ ആ ഒരു കാട് പിടിച്ച് അതിൻ്റെ ഒരു പൂത്തിട്ട് ആ ഒരു പൂ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലങ്ങൾ മുഴുവനുണ്ട്. പ്രത്യേകമായിട്ടൊരു ഭംഗിയുണ്ട് കേട്ടോ. നൈസാണ്. ഹലോ apa kabar? Mana India? English. What's your name? ഞാനത് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ഞെട്ടൽ. ഓക്കെ. ചെടിയിലാട്ടോ കളിക്കുന്നത്. ചെളിയിലങ്ങോട്ട് ഉരുണ്ട് പെരളുക. അവൻ്റെ ആ ചെളിയിൽ മുക്കിയ സൈക്കിളുമായിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. പിള്ളേരോട് ഞാൻ പേരൊക്കെ ചോദിച്ചു, എന്തൊക്കെയോ പേരെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യമായിട്ട് ഭാഷകൾ അവർക്ക് അറിയില്ല കേട്ടോ. അവനവിടെ നോക്കിയേ അതിൻ്റെ അകത്ത് ആർമാദിക്കുവാണ് ആ ചെളിയിൽ. പിള്ളേർക്ക് ഈ ചെളീനോട് ഇത്ര താല്പര്യം എന്താ പോലും മനസ്സിലാവുന്നില്ല. എനിക്ക് ചെറുപ്പത്തിൽ ചെളി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതവിടെ കൊണ്ട് ഉയർത്തിയിട്ട്. നാബിൽ നമ ചെറിയ പ്രായമുള്ളൂ. പക്ഷെ എന്തൊക്കെയാ അവൻ പറയുന്നുണ്ട് കേട്ടോ. പെറുക്കി അവൻ പറയുന്നുണ്ട്. കളിക്കട്ടല്ലേ പിള്ളേർ. ഓക്കെ, ബൈ ടാറ്റാ. പിള്ളേർക്ക് പക്ഷേ ഒരു നാണം മാറിയിട്ടില്ല കേട്ടോ. ബൈ ടാറ്റാ. അവിടെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഇവർക്ക് ഇതിൻ്റെ അകത്ത് ചാടി തുള്ളി മറിഞ്ഞ് കിടക്കാം. ആ ഒരു പുൽമൈതാനം പോലെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാർമേഘങ്ങൾ ഇങ്ങെത്തി. ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് വേണ്ട താമസ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. ഇത് നോക്ക് നിങ്ങൾ. ഇവിടെ എന്തോട്ടാ, ഇതൊരു ചെറിയ റൂം, അതിൻ്റെ കൂടെ വിത്ത് കിച്ചണാണേ. ചെറിയൊരു കിച്ചൺ, നമുക്ക് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കുക്കൊക്കെ ചെയ്യാം. ചെറിയൊരു ബാത്റൂം. ഇവിടെ എല്ലാം ഇന്ത്യൻ ക്ലോസറ്റാണ് കേട്ടോ അധികം ഉണ്ടാവുക. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്കുള്ള വ്യൂ നമ്മൾ തുടക്കത്തിൽ കണ്ട സെയിം കൈൻഡ് ഓഫ് വ്യൂ ആണ്. ഇവിടെ നിന്ന് ജസ്റ്റ്
ഈ വളവ് കറങ്ങി തിരിഞ്ഞ് അപ്പുറം ആ ഒരു ചരിവിലാണ് നമ്മളുടെ മലിനോ ടൗണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യുന്നു. അതിനുശേഷം ഇത് നമ്മുടെ ബേസ് ക്യാമ്പായി എടുത്തിട്ട് നമ്മൾ ഇതിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്യുന്നു. ഇവിടുത്തെ ഒരുപാട് ടൂറിസം സ്പോട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടി കവർ ചെയ്യുന്നു കേട്ടോ. അതാണ് നമ്മളുടെ ഒരു പ്ലാൻ ഉള്ളത്. നല്ല തണുപ്പ്. ഞാൻ ഒരു കുളിയെല്ലാം അങ്ങോട്ട് പാസ്സാക്കിയിട്ട് ആ ചൂടൊക്കെ ഒന്ന് വേർത്ത് വന്നതല്ലേ, തണുപ്പത്ത് വന്ന ഒരു കുളിയോട് പിടിച്ചപ്പോഴത്തേക്ക് ഫുള്ള് ഫ്രഷായി. ഈ മഴയുടെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് നോക്കുകയാണ് കേട്ടോ. മഴ പെയ്യോ ഇല്ല എന്നുള്ളത്, എന്നിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പതുക്കെ നമ്മളുടെ സൂര്യൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മഴ പെയ്തില്ല, പക്ഷേങ്കിലുണ്ടല്ലോ റൈറ്റിലോട്ട് നോക്കി നിങ്ങൾ നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ കയറുന്നുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ നേരെ ടൗണിലോട്ട് പോയിട്ട് ഇവിടെ ഈവനിങ് ആകുമ്പം എങ്ങനെയാണ് ഇവിടുത്തെ വൈബ്, ആളുകളൊക്കെ എങ്ങനെയാണ്, ഇവിടുത്തെ ടൗൺ അല്ലെങ്കിൽ ഗ്രാമ മാർക്കറ്റുകളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. ഈ താഴെ കാണുന്നതൊക്കെ സ്ട്രോബെറിയാണ്. ഇവിടെ ഫുള്ള് സ്ട്രോബെറിയാണ്. ആ വന്ന വെയിൽ അതുപോലെ തന്നെ പോയി കേട്ടോ. ഇവിടെ വെയിലിനൊന്നും നമുക്ക് നമ്പാൻ പറ്റത്തില്ല. എന്തിനില്ലല്ലോ. നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഗ്രാമമേഖലയിൽ അത്ര വലിയ കടകളൊന്നും ഇല്ല കേട്ടോ, ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടുണ്ടല്ലോ ഇവിടെ ഒരു മാർക്കറ്റ് ഏരിയ ഉണ്ട്, പച്ചക്കറി മാർക്കറ്റാണ്. കുറേ താത്തമാർ ഇത് ഇവിടെ ഇരുന്ന് പച്ചക്കറികൾ വെക്കുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ട് ഇവിടെ കാണാനുള്ളത് നമ്മളുടെ ക്യാബേജ്, അതുപോലെ തന്നെ അതെന്തത് നമ്മളുടെ മധുരക്കിഴങ്ങ്, പിന്നെ അവക്കാഡോ, പിന്നെ ക്യാരറ്റ് ഒക്കെയാണ്. പിന്നെ വാഴപ്പഴം ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ സ്റ്റാളും തുറന്നിട്ടില്ല, ചിലതൊക്കെ അടച്ചു തുടങ്ങി. ആ ലൈറ്റൊക്കെ അങ്ങ് പോയി കേട്ടോ. വീണ്ടും മൂടൽമഞ്ഞ് കയറിയേ. ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോഴേ ഇതല്ലാതെ നമ്മൾ ഏത് മലയാളം പാട്ട് പാടുമല്ലേ. പതുക്കെ പതുക്കെ മലനിരകളെയൊക്കെ മൂടിക്കൊണ്ട് കോട അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ടൗണിലേക്ക് പോകുന്നതിന് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. രാത്രിക്കത്തേക്കുള്ള ഭക്ഷണ കാര്യങ്ങൾ കൂടി നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ താമസിച്ച് വൈകുന്നേരങ്ങളിൽ അല്ലെ രാവിലെകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങണം ഗ്രാമത്തിലേക്ക്. ഇവിടുത്തെ ആളുകളുടെ ജീവിതമൊക്കെ കാണാനൊക്കെ ആയിട്ട്, ഇവിടുത്തെ കവലകളിലൊക്കെ ആളുകൾ ഇരിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ കാണാനൊക്കെ ആയിട്ട്. അതാണ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ടൂർ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടമുള്ള കാര്യം. നിങ്ങൾക്കോ? തൊട്ടിപ്പുറ വരുമ്പോഴത്തേക്കും ഇത് ഗ്രാമത്തിൻ്റെ കുറച്ചും കൂടി കടകളൊക്കെ ഉള്ളൊരു സ്ഥലം. ഇവിടെയൊക്കെ അത്യാവശ്യം ആക്റ്റീവൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിൽ ആ ഒരു കളറല ചെടിയില്ലേ, ആ ചെടിയൊക്കെ നട്ട് അങ്ങോട്ടൊക്കെ റെസിഡൻഷ്യൽ ഏരിയകളാണ്. അതിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല ഭീകരമായിട്ടുള്ള തണുപ്പുണ്ട്. ഇവിടെ ഉണ്ടല്ലോ സ്നാക്സൊക്കെ വെക്കുന്ന വൈകുന്നേരത്തെ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നുള്ള കടകളൊക്കെ കാണാം. കുറേ പിള്ളേർ അവിടേക്ക് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഭക്ഷണമൊക്കെ കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നൈസ്. ആ ഒരു ഗ്രാമം വൈകുന്നേരം ആക്റ്റീവാണ്. ഇതൊരു വീട്ടിലേക്കുള്ള വഴിയാണ്. ലൈറ്റ് പക്ഷെങ്കിൽ മൂടൽമഞ്ഞ് ആയതുകൊണ്ട് ഒരു ഇരുണ്ടതാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ശരിക്കും ഇവിടുത്തെ ആളുകളൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു ടൗൺ മേഖല എന്ന് പറയുന്നത്. ഇവിടുത്തെ പച്ചക്കറി കട കണ്ടോ നിങ്ങൾ? നമ്മളെ അപ്പുറം കണ്ടതുപോലൊന്നും അല്ല. ഇവിടെ എന്തൊക്കെയോ പച്ചക്കറികൾ, വേറെ ഈ ചീരവർഗത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൂടാതെ പഴം നല്ല ഭംഗിയിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എന്നാൽ സീതപ്പഴം അങ്ങനെ എന്തല്ലേ ഈ സാധനത്തിന് പറയുന്നത്, എന്തൊരു പേര് പറയും. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. തേങ്ങയുടെ വലിപ്പം കണ്ടെങ്കിൽ തേങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മുട്ടം വലിപ്പമുണ്ട് ഇവിടുത്തെ തേങ്ങകൾക്ക്. നൈസാണ്. അതുകൂടാതെ ഉള്ളിയില്ലേ, ഉള്ളിയൊക്കെ ഇവിടുത്തെ അല്ല ഈ ചോട്ടോലൊക്കെ മെയിനായിട്ട് വേണ്ട സാധനം. അപ്പോൾ ഉള്ളിയുടെ ഇല കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഹലോ. ഇവരത്ര ഒരു ഇതാണെന്ന് തോന്നുന്നില്ല. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ പച്ചക്കറി കടകളൊക്കെ ഉള്ളത് കേട്ടോ. നൈസുണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ചോളമെല്ലാം പൊളിച്ചിട്ട് വിൽക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ. ഒരു കുഴപ്പമില്ല. ആ ഒരു ഭാഗത്തുനിന്ന് കോടമഞ്ഞ് നല്ല രീതിക്ക് മൂടി ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പാ ഖബർ, അപ്പാ ഖബർ. ഓക്കെ. ഇതിവിടുത്തെ ഒരു പഞ്ചറിൻ്റെ ഷോപ്പാണ് കേട്ടോ. അവിടെ നിന്ന് പഞ്ചറൊക്കെ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതാ നമ്മളുടെ ബെൻസിൻ കാര്യങ്ങളൊക്കെ സൈഡിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നൈസ്. ഒരു കുഞ്ഞു ഗ്രാമത്തിൻ്റെ കുഞ്ഞ് ടൗൺ മേഖല കേട്ടോ. ഇവർക്കൊന്നും മനസ്സിലാകാഞ്ഞിട്ടാണ് പെട്ടെന്ന്. ഹലോ. പുള്ളി അവസാനം പറഞ്ഞു. എല്ലാവർക്കും തുടക്കത്തിലൊരു സംശയം ഉണ്ടാവില്ല, ആരാ ഇവൻ പെട്ടെന്ന് വണ്ടി നിർത്തുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഹായ് അപ്പാ ഖബർ. ഓക്കെ. കോഫി, പനാസ് കോഫി. അത് ശരി. ഈ തണുപ്പത്ത് നല്ല ചൂട് കോഫി കുടിക്കുന്നത് നല്ലൊരു പരിപാടിയാണ്. അവിടെ പിള്ളേരിരുന്ന് കളിക്കുന്ന കളിയുണ്ട്. എന്തോ നമ്മളുടെ ആ ഒരു കൊത്തങ്കല്ല് പോലത്തെ എന്തോ ഒരു കളി കേട്ടോ. ഇതേതാ കളി പോലും
നൈസ്, ഞാൻ കണ്ടിട്ടില്ല. അല്ല കേട്ടോ, അത് ഗോളാ. ഗോൾ! ഓ ആ, ഇങ്ങനെ വെച്ചിട്ട് ഫുട്ബോൾ കളിക്കുന്നതാണല്ലോ. ഗോളി പോസ്റ്റ് ആണെന്ന് നോക്ക്. അതാണ് ഗോളി പോസ്റ്റ്. അവിടെയും ഗോളി പോസ്റ്റ്. ഓ ഗോൾ! എന്തായാലും കൊള്ളാമല്ലേ, നല്ല ഗോള്. ഓരോ കടകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ആ ഒരു പച്ചപ്പൊക്കെ കടയിൽ വരുമ്പോഴത്തേക്കുവേ. ഇനി വാ, നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. അടുത്ത സ്ഥലത്ത് എന്താ ഉള്ളത് നോക്കാമല്ലോ. ഈ റൂട്ടിലൂടെ പോകുമ്പം ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് നേഴ്സറികൾ കേട്ടോ. കണ്ടോ, വിവിധ തരത്തിലുള്ള കുറേ അധികം പൂക്കൾ വിൽക്കുന്ന നേഴ്സറികൾ റോഡിൻ്റെ ഇരുവശത്തുമായിട്ടും കുറേ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തോ ഒരു കടയാണ്. പക്ഷെ ആ കടയിലുമുണ്ട് ചെടികൾ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത്. ഈ തണുപ്പ് സ്ഥലമായതുകൊണ്ട് നല്ല രീതിക്ക് വളരുകയും ചെയ്യും. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിക്കാനുള്ളൊരു കോട്ടേജാണ് കേട്ടോ. അതിവിടുത്തെ തൊറാജയിലെ ആ ഒരു ട്രൈബൽ പീപ്പിളിൻ്റെ വീടിൻ്റെ ഒരു രൂപത്തിലുണ്ടാക്കിയേക്കുന്നതാണ്. കൊള്ളാം, നൈസാണ്. ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോൾ കണ്ട ആ ഒരു പട്ടാള ക്യാമ്പൊക്കെയുള്ള ആ ഒരു മാർക്കറ്റ് ഭാഗങ്ങളില്ലേ, അങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ടൗണിൽ വന്ന് വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇനിയിപ്പം ഈ ടൗൺ ഏരിയയിൽ കൂടി താഴോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചേ. കുറേ ആൾക്കാരിങ്ങനെ വന്നിട്ട് നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഈ കാണുന്ന കവാടത്തിൽ കൂടി കടന്നിട്ടാണ് ഇവിടുത്തെ ആ ഒരു പൈൻ ഫോറസ്റ്റിലോട്ട് പോകേണ്ടത്. പക്ഷേങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് അടയ്ക്കുന്നു തോന്നുന്നു. ഇപ്പോൾ അടച്ചിട്ടുള്ളത്. തൽക്കാലം നമുക്ക് ഇതുവഴി നേരെ നടക്കാം. സൂര്യൻ പതുക്കെ മേഘത്തിൻ്റെ ഉള്ളിൽ പോയി അപ്പുറത്തെ സൈഡിൽ ആ ഒരു ഗോൾഡൻ കളറിൽ നിങ്ങൾ കാണുന്നില്ല, അത് സൂര്യൻ പോയ വഴിയാണ് കേട്ടോ. ഇന്ന് ഒരു വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഇവിടുത്തുകാരായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ തിരക്ക് കാര്യങ്ങളൊന്നും കാണാനില്ല. പൈൻമരക്കാടുകൾക്കിടയിലൂടെ സൂര്യാസ്തമയം ഭയങ്കര രസമാണെന്ന് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ മൊത്തം മേഘം കൊണ്ടുപോയി കേട്ടോ. അത്ര വലിയ രസമൊന്നുമില്ല. കുറച്ചധികം ദൂരം ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു. അത് കഴിഞ്ഞിട്ടേ ഇനി തിരിച്ച് അങ്ങടേക്ക് നടക്കാം. ഇവിടെ അധികം ഇല്ല ഒന്നും കാണാനായിട്ട്. ആക്റ്റീവായിട്ടുള്ള വേറെ വല്ല മേഖല ഉണ്ടോ എന്ന് തപ്പിയിട്ട് വീണ്ടും നമ്മളുടെ മലയുടെ മറ്റൊരറ്റത്തേക്ക് പോവുകയാണ്. മലയുടെ മറു സൈഡിലുണ്ടല്ലോ, ഈ റോഡിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഇത് കണ്ടോ, കുറേ ചെറിയ കടകൾ കാണാം. ഫ്രൂട്ട്സിൻ്റെ സാധനങ്ങൾ, പിന്നെ എന്തോ ഒരു കുപ്പിയിൽ ആക്കിയിട്ട് എന്തോ ഒരു ഫ്രൂട്ട്സ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഈ നാടിൻ്റെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന, പിന്നെ സ്ട്രോബെറി നോർമലി അതൊക്കെ വിൽക്കുന്ന കടകളാണ്. അതിലൊക്കെ ലൈറ്റൊക്കെ വന്നിട്ട് അതിങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതാണ് മെയിനായിട്ട് ആക്റ്റീവായിട്ട് കാണുന്നത്. ഈ ലൈവ് കുക്കിങ്ങിൻ്റെ കടകളൊന്നും കണ്ടില്ല കേട്ടോ. എല്ലാം ആ ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് തന്നെയാണ്. തണുപ്പായതുകൊണ്ടായിരിക്കണം പുറത്തേക്കൊന്നും അധികം അങ്ങനത്തെ സെറ്റപ്പ് കടകൾ വെക്കാത്തത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലിനോടെ ഇവർ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന പ്രധാനപ്പെട്ട മാർക്കറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ, ഈ ഒരു മാർക്കറ്റിലും നമ്മൾ ആ ഒരു വഴി സൈഡിലൊക്കെ കണ്ട ടൈപ്പ് ആ ഒരു ഓറഞ്ച് കളറുള്ള ജ്യൂസിൻ്റെ കടകൾ മാത്രമേ ഉള്ളൂ. ബാക്കി സാധനങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് തന്നെ കൃഷി ചെയ്യുന്ന എന്തോ ഒരു ഇതിപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ആ ഒരു സാധനം പിഴിഞ്ഞെടുത്തുണ്ടാക്കിയേക്കുന്ന ജ്യൂസ്, അത് ഈ ഒരു നാടിൻ്റെ ഐക്കണാണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു നാട്ടിലൂടെ പോകുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ഇതിങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കാഴ്ച നമുക്ക് കൂടുതലായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഈ ഷോപ്പിൽ ആരും കാണാനുമില്ല കേട്ടോ. ഒരു ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്ന ഒരു ചേട്ടൻ നല്ല തിളയ്ക്കുന്ന ചൂടുള്ള എന്തോ ഒരു വിഭവമാണ് അതിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവി പടർത്തിക്കൊണ്ട് അതിനെ അവിടെ കലക്കി കുറുക്കിയെടുക്കുകയാണ്. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അധികം നേരം നിൽക്കുന്നില്ല. ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് വന്നു. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഒരു മിലിറ്ററി ക്യാമ്പിൻ്റെ മേഖലയാണ്. അവിടെ ഇപ്പോൾ കോടയൊക്കെ കയറി നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഇവിടെയുള്ള ആൽഫ മാർട്ടിലേക്ക്, നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിന്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നിന്ന് നമുക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. എന്തായാലും കുക്കിങ്ങിൻ്റെ ഫെസിലിറ്റി അവിടെ ഉണ്ടല്ലോ. തിരിച്ചിനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ഹോം സ്റ്റേയിലേക്ക് പോകാം. പോകുന്ന വഴിയിൽ ഇവിടെ മറ്റൊരു മാർക്കറ്റ് ഏരിയയാണ്. ഇവിടെ എന്നാലും ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ നിന്ന് നമ്മൾ ചോറും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും വാങ്ങി. കൂടാതെ വീട്ടിലെത്തിയിട്ട് പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാല് കൊണ്ട് നല്ല ഒന്നാമതൊരു കാപ്പി കൂടി ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. പതുക്കെ ഉണ്ടല്ലോ, മലയുടെ മുകളിലുള്ള നമ്മളുടെ ഹോം സ്റ്റേക്ക് ചുറ്റുമായിട്ട് പതുക്കെ കോടമഞ്ഞ് ഇങ്ങനെ വന്ന് പൊതിഞ്ഞു തുടങ്ങി കേട്ടോ. സുന്ദരമായിട്ടുള്ള തണുപ്പുള്ളൊരു രാത്രിയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തൊക്കെയോ കാഴ്ചകൾ നാളെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.